പുണ്യ റമദാനെ നാം എങ്ങനെയാണ് വരവേൽക്കേണ്ടതിന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഇപ്പോ ഈ തിരഞ്ഞെടുപ്പിൽ മാത്രം നാം ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു പ്രദേശത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആ പ്രദേശത്തേക്ക് വരുന്നു എന്ന് കണ്ടാൽ ആ പ്രദേശത്തിന്റെ അണികൾ അല്ലെങ്കിൽ പ്രവർത്തകരെ മുഴുവനും അദ്ദേഹത്തിന് സുഖമായി എത്തി തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് പോലെ ഈ റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാൻ നമുക്ക് അനുകൂലമാകണോ, ആ റമദാൻ നമുക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയണോ എങ്കിൽ ആ റമദാൻ നമ്മിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നാം ഒരുക്കണം. അതിനു വേണ്ടി ഓരോ സത്യവിശ്വാസികളും തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോൾ മൻ ഫരിഹ ബിദുഖൂലി റമദാൻ ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. ഒരു വിശ്വാസി റമദാൻ കടന്നു വരുന്നതിന്റെ പേരിൽ ഒന്ന് സന്തോഷിച്ച അല്ലാഹുവേ, കഴിഞ്ഞു പോയ റമദാനിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് വീണ്ടും ഞാൻ ഈ റമദാനിലേക്ക് തിരികെ എത്തിയല്ലോ, എനിക്ക് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണമെന്ന് പറഞ്ഞ വിശ്വാസി സന്തോഷിച്ച നാളെ പരലോകത്ത് അവന്റെ ശരീരത്തെ അല്ലാഹു നരകത്തെ തൊട്ട് ഹറാമാക്കുമെന്ന് ആഗ്രഹമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് എന്റെ മുഹദ്ദിസീങ്ങൾ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ മുൻഗാമികളിൽ മനുഷ്യനുണ്ടായിരുന്നത്രേ മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്ന മനുഷ്യൻ മറ്റ് ഇതര മാസങ്ങളിൽ ഒന്നും നിസ്കരിക്കില്ല, നോമ്പ് പിടിക്കില്ല, പള്ളിയുമായിട്ട് ബന്ധമില്ല, ഒരു വിശ്വാസികളോട് പോലും പരസ്പരം ബഹുമാനമില്ലാതെ ബന്ധമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനുണ്ട്. പക്ഷേ ആ മനുഷ്യന് റമദാൻ മാസം ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒരു വക്തത്തിൽ പള്ളിയിലെത്തുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനോട് മറ്റാരെങ്കിലും ചോദിച്ച, ഈ മനുഷ്യ നീ റമദാൻ മാസമാകുമ്പോ മാത്രം എന്ത് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പള്ളിയിലെത്താറുള്ളത്, മറ്റു മാസങ്ങളിൽ നിന്ന് കാണാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ മനുഷ്യൻ പറയുമത്രേ, ഹാദാ ശഹ്റു തൗബതി വറഹ്മ വൽ ബറകതി അസല്ലാഹു വയതജാവസനി ബിഫദ്ലിഹി. ഇത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. അല്ലാഹു തൗബയെ സ്വീകരിക്കുന്ന പശ്ചാത്തപിച്ചു മടങ്ങിയുള്ള പരിശുദ്ധമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ. മാത്രമല്ല അല്ലാഹുവിന്റെ ബറകത്ത് പേമാരി പോലെ വാനലോകത്തിൽ നിന്ന് വിവിധ ജീവജാലങ്ങളിലേക്ക് ചെറിയുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഈ റമദാൻ മാസമാകുമ്പോൾ ഞാൻ വല്ലാതെ അടിഞ്ഞൊരുങ്ങി പള്ളിയിലെത്താറുള്ളത്. മാത്രമല്ല ഇങ്ങനെ അല്ലാഹുവിന്റെ റമദാനിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ അല്ലാഹു അല്ലാഹുവിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് ഞാൻ ആശിച്ചു പോവുകയാണെന്ന് ആ മനുഷ്യൻ ചോദിക്കുന്ന വ്യക്തികളോട് പറയുമായിരുന്നത്രേ. കുറെ ദിവസം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന് സ്വപ്നം കാണുകയാണ്. ആ മനുഷ്യന്റെ ബർസഖിയായ ജീവിതത്തിൽ അദ്ദേഹം സുഖലോലുപനായി ജീവിക്കുമ്പോ ഈ മനുഷ്യൻ ആ മുഹമ്മദ് എന്ന പേരുള്ള മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യ, അല്ലാഹു നിന്റെ ബർസഖിയായ ജീവിതത്തിൽ എന്നോട് കാണിച്ച സമീപനം എന്താണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ ആ സ്വപ്നം കണ്ട വ്യക്തിയോട് പറയുകയാണ്, റബ്ബി ബിറഹ്മതി തഅലി ബിറമദാൻ. ഞാൻ റമദാൻ കടന്നു വരുമ്പോൾ റമദാനെ ബഹുമാനിച്ചതിന്റെ പേരിൽ, റമദാൻ കടന്നു വരുമ്പോൾ ഞാൻ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയതിന്റെ പേരിൽ, പാവപ്പെട്ട നിരാലംബരെയും നിരാശ്രയരെയും നിദ്രാവിഹീനരെയും ഞാൻ സഹായിച്ചതിന്റെ പേരിൽ എന്റെ റബ്ബിലേക്ക് എന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, റമദാനിനെ ബഹുമാനിച്ച ഒരു മനുഷ്യന് അല്ലാഹു ഇത്രത്തോളം ഫضل മഹത്വങ്ങൾ കൊടുത്തുവെങ്കിൽ, പാപമോചനം കൊടുത്തുവെങ്കിൽ ഞാൻ നിങ്ങളെ ചിന്തിക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതിഫലം നാളെ റബ്ബിന്റെ മുന്നിൽ എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ചിന്തിക്കുക. റമദാൻ മാസമാകുമ്പോ ശഅബാനും റജബും കടന്നു വരുമ്പോൾ പള്ളിയിലെ ഇമാമ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. ആ സ്വീകരണം മാത്രം പോരാ, ഇന്ന് വിശ്വാസികളെല്ലാം ആ ഇമാമിന്റെ ദുആക്ക് ആമീൻ പറഞ്ഞത് മാത്രം ഒരു സ്വീകരണമായി കണക്കാക്കുന്നുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ
സ്വീകരണം റമദാനിനെ സ്വീകരിക്കേണ്ടത് മഹാന്മാരെ പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ റമദാനിലേക്ക് കടന്നു വരുമ്പോ, അതായത് റജബ് മാസം കഴിഞ്ഞ് കടന്നു വന്നിരുന്ന് ഇനി നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ശഅബാൻ മാസത്തിലാണ്. ഇനി വെറും തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് റമദാനിലേക്ക് എത്താനുള്ളത്. മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, പരിശുദ്ധമായ റമദാനിനെ നാം സ്വീകരിക്കേണ്ടത് 5 കാര്യങ്ങളിലൂടെയാണ് എന്ന്. പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, പല രീതിയിലുള്ള തഫ്സീറുകളും ഇതിനുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറിൽ കാണാം 5 രീതിയിലാണ് നാം റമദാനിനെ സ്വീകരിക്കേണ്ടത് എന്ന്. അതിൽ ഒന്നാമതായിട്ട് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത്, ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. ചെയ്തുപോയ തെറ്റുകളെ റബ്ബിനോട് ശഅബാൻ മാസത്തിൽ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി റമദാനിനെ വരവേൽക്കുക. ഇതര മാസങ്ങളിൽ ചെയ്തുപോയ മനുഷ്യനാണ് തെറ്റുകൾ ചെയ്യും, സ്വാഭാവികമാണ്. അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബത്തൻ നസൂഹയായ സ്വീകാര്യമായ തൗബ അല്ലാഹുവിനോട് ചെയ്ത് മടങ്ങുക. തൗബയ്ക്ക് ആദാബുകളും ശ്രദ്ധകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നാം മനസ്സിലാക്കി തൗബ ചെയ്ത് മടങ്ങുക. കാരണം തൗബയാണ് ഒന്നാമത്തെ റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം. തൗബയാണെന്ന് മഹാന്മാരെ പറഞ്ഞത് വെറുതെയല്ല. കാരണം റമദാൻ അനുകൂലമാകണമെങ്കിൽ, റമദാൻ നമുക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിൽക്കണമെങ്കിൽ റമദാനിൽ ചെയ്തുപോയ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണം. അതിനെ നാം ചെയ്തുപോയ തെറ്റുകളെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുക. കാരണം കഅബ് ബിൻ ഉജർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പള്ളിയുടെ മിമ്പറിൽ കയറുമ്പോൾ ഓരോ പടവുകൾ കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറയുകയാണ്. സഹാബത്ത് ഇന്നേവരെ ആമീൻ കേട്ടിട്ടില്ല ഇതുപോലെ പറയുന്നത്. പതിവിന് വിപരീതമായിട്ട് ആമീൻ പറയുന്നത് കേട്ടപ്പോൾ സഹാബത്ത് അന്തം വിട്ടുപോയി. സഹാബത്ത് അമ്പരന്നുപോയി, എന്തേ റസൂലുള്ളാഹി ആമീൻ പറയുന്നത്? ശേഷം സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതുവരെയും അങ്ങ് മിമ്പറിൽ നിന്ന് ആമീൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്നെന്തേ പതിവിന് വിപരീതമായിട്ട് മിമ്പറിൽ കയറി ആമീൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, ഇന്ന് ആമീൻ പറഞ്ഞതിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഞാൻ ഒന്നാമത്തെ മിമ്പറിന്റെ പടവിൽ കാലെടുത്ത് വെക്കുമ്പോ ജിബ്രീൽ എന്ന മാലാഖ പറന്നിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, നബിയേ, ഒരു 3 ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അതിൽ 3നും നബി എന്ന് ആമീൻ പറയണമെന്ന് ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് ജിബ്രീൽ ദുആ ചെയ്യുകയാണ്. എന്തെന്നറിയുമോ ജിബ്രീൽ ദുആ ചെയ്തത്? നബിയേ, അങ്ങയുടെ സമുദായത്തിന് റമദാൻ മാസം കടന്നു വന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാതെ പറഞ്ഞു പോയാ ഒരു മനുഷ്യനാണ് റമദാൻ മാസത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങിയില്ല, സൽക്കർമ്മങ്ങളൊന്നും ചെയ്തില്ല, അവന്റെ പാപമാസത്തിൽ അല്ലാഹു പുറത്തു കൊടുത്തില്ല. അങ്ങനെ അവനിൽ നിന്ന് റമദാൻ മാസം വിട പറഞ്ഞു പോയാ അല്ലാഹുവിന്റെ ശാപം ആ മനുഷ്യന്റെ മേൽ വർഷിക്കട്ടെ എന്ന് അല്ലാഹു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് നബിയെ. അത് കേട്ടപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് ഞങ്ങൾ സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, റമദാൻ നമുക്ക് അനുകൂലമാകണോ? അതേ റമദാനിൽ നമ്മളെ ശാപങ്ങൾ നമ്മുടെ മേൽ വർഷിക്കണോ? അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് റബ്ബിനോട് ചെയ്തു പോയ തെറ്റുകളെ പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുക. രണ്ടാമത് നബി തങ്ങൾ ആമീൻ പറഞ്ഞത് എന്തിനെന്നറിയുമോ? നബിയെ, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ലുബ്ധത കാണിക്കുന്ന, അല്ലെങ്കിൽ അരാജകത്വം കാണിക്കുന്ന, മടി കാണിക്കുന്ന, അലസത കാണിക്കുന്നവരുടെ മേലെ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് ഹബീബായ നബി സഹാബത്തിനോട് പഠിപ്പിക്കുമ്പോൾ സന്ദർഭോചിതമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സലാത്തിന്റെ മഹത്വം ഞാൻ നിങ്ങളും മനസ്സിലാക്കുക. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തേടോ, റസൂലുള്ളാഹിനോട് അടുക്കണോ, സലാത്തുകൾ വർദ്ധിപ്പിക്കണം. ജീവിതത്തിന്റെ സകലമായ ബുദ്ധിമുട്ടുകളുമായി ദാരിദ്ര്യങ്ങളും മാറാൻ സലാത്ത് ഏറ്റവും നല്ലതാണെന്ന് മഹാന്മാരെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി മൂന്നാമതായി പറഞ്ഞത് സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ഞാൻ മൂന്നാമത്തെ പടവിൽ കാലെടുത്ത് വെച്ചപ്പോൾ ആമീൻ പറഞ്ഞത് ജിബ്രീൽ ദുആ ചെയ്തു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ മാതാപിതാക്കളുടെ തൃപ്തി
അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് പറയും. എന്റെ പ്രിയമുള്ളവരെ, റമദാനിന്റെ മഹത്വവും റമദാനിന്റെ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതിന്റെ മഹത്വവും ഈ ഒരൊറ്റ ഹദീസിൽ കൂടി നാം മനസ്സിലാക്കുക. മാത്രമല്ല, ലോകങ്ങളുടെ ഏറ്റവും വലിയ ഖുർആന്റെ ഖ്യാതമായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ തഅലമു ഉമ്മതി മാ ഫീ റമദാൻ, എന്റെ ഉമ്മത്തിലെ റമദാനിലുള്ള മഹത്വത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, റമദാനിലുള്ള എല്ലാ നിഅമത്തുകളെയും അനുഗ്രഹങ്ങളെയും എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവൻ റമദാനായി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ലോകങ്ങളുടെ ഖുർആന്റെ ഖ്യാതാവ് പറഞ്ഞു പോയെങ്കിൽ, കാരണം എന്തെന്നറിയുമോ? റമദാനിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ലിയന്നൽ ഹസനത ഫീ മുജ്തമിഅത്തിൻ വ തഅഅത്തിൻ മഖ്ബൂലത്തുൻ, റമദാനിലെ നന്മകളും ഒരുമിച്ച് കൂട്ടുന്ന മാസമാണ്. മാത്രമല്ല, റമദാനിലെ എല്ലാ ദുആകൾക്കും ഉത്തരം കിട്ടുന്ന മാസമാണ്. തീർന്നില്ല, എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ പാപങ്ങളുടെയും പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളും ഓരോരുത്തരും അല്ലാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങി അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കരസ്ഥമാക്കാൻ നിങ്ങളും പരിശ്രമിക്കുക. സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ റമദാനിനെ സ്വീകരിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം അത് സൗഭാഗ്യയുടെ റബ്ബിലേക്ക് അടുക്കലാണ്. ചുരുക്കി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. റബ്ബ് പുറത്തു തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമാണ്. രണ്ടാമതായി, റമദാനിനെ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധമായ നിസ്കാരത്തെ നിലനിർത്തുക. അല്ലാഹു ഫറദാക്കിയ നോമ്പ് പോലെ, സകാത്ത് പോലെ, ഹജ്ജ് പോലെ അല്ലാഹു ഫറദാക്കിയ ഒരു കാര്യമാണ് പരിശുദ്ധമായ നിസ്കാരം. 5 വഖ്തിലെയും റമദാനിനെ നാം സ്വീകരിക്കേണ്ടത്. നിസ്കാരമില്ലാത്ത ഒരു നിസ്കാരം തുടങ്ങുക, പള്ളിയിലെ ജമാഅത്തിന് എത്താത്തവർ പള്ളിയിലെ ജമാഅത്തിന് എത്തുക, നിസ്കാരമില്ലാത്തവർ പഠിച്ച് നിസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കി നിസ്കാരത്തിന്റെ ആദാബുകളോടുകൂടി നിസ്കാരത്തെ നിർവഹിക്കാൻ തുടങ്ങണം. അതായിരിക്കണം പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയായി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. കാരണം മഹാന്മാരെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി ബർസഖിയായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാല് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു മനുഷ്യനെ ബർസഖിയായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടുന്ന് നാളെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ് വിചാരണ നടത്തുക. ആ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ വിജയിക്കുന്നുവോ, ആരാണ് നിസ്കാരത്തിൽ വിജയിക്കുന്നുവോ അവന്റെ